എന്തൊരു മനുഷ്യനത് ഫോൺ കൊടുക്കണില്ല. ഇത് എവിടെ പോയി? രാത്രി നേരത്തെ ഉറങ്ങുന്നുണ്ട്, എണീക്കാൻ വയ്യും. അല്ല, വിളിച്ചിട്ട് കിട്ടില്ല, ഫോൺ എടുക്കണില്ലാത്ത. അതെ, ഫോണ് സൈലന്റ് ആയി പോയി. ഞാനേ എനിക്ക് പുറത്തൊന്ന് പോണം, അവിടെ സാമൂഹ്യനീതി വകുപ്പിൽ പോണം. നിങ്ങൾക്ക് എവിടെ വേണം പോലോ, ഞാൻ എന്റെ പ്രൊഫഷണൽ ജോലി ഏറ്റെടുത്തു കഴിഞ്ഞു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പൊ അമ്മ ഇപ്പൊ ഉറങ്ങാണ്. ഇപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ ഗുളികൊക്കെ കൊടുത്തു. എന്നാ ഉറക്കെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാ പോരായിരുന്നോ? ഞാൻ കുറച്ചും കൂടെ ഉറങ്ങട്ടായിരുന്നില്ലേ? അല്ല, അപ്പൊ അമ്മയെ നോക്കാൻ വേണ്ടി വന്നതല്ലേ? അതെ. അതാ പറയണേ. ഇപ്പൊ ഉറങ്ങാണ്. ഇനി അമ്മ ഉണരുമ്പോ ഞാൻ അവിടെ ഒരു ചായ എടുത്തു വെച്ചിട്ടുണ്ട്, അത് ഫ്ലാസ്കില്. അപ്പൊ അത് എടുത്തിട്ട് അമ്മയ്ക്ക് കറക്റ്റ് കൊടുക്കണം. ഒരു ചായ എനക്കും വേണം. ഒരു ചായ അതായിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതിൽ ഒരു ഗ്ലാസ് ചായ ഉള്ളൂ, അത് അമ്മയ്ക്ക് കൊടുക്കണം കേട്ടാ. പിന്നെ ഉച്ചക്ക് അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ അവിടെ അടുക്കളയിൽ ശരിയാക്കി വെച്ചിട്ടുണ്ട്, കൃത്യസമയത്ത് അമ്മയ്ക്ക് എടുത്ത് കൊടുക്കണം കേട്ടാ. മീനുണ്ടാവുമല്ലോ? അമ്മ മീൻ കൂട്ടില്ലേ? ഞാൻ കൂട്ടുമല്ലോ. അമ്മയ്ക്ക് നോക്കാം, അമ്മയെ നോക്കാൻ വേണ്ടിട്ടല്ലേ വന്നത്. അതിനോടൊപ്പം ഞാനും നോക്കട്ടെ. ഉള്ളതെന്താ വെച്ചാ കഴിച്ചോ, അത് ഞാൻ ചെയ്യാം. വേറെ എന്താണ് എന്റെ ബാക്കി കാര്യങ്ങളൊന്നും? വേറെ ഒന്നുമില്ല. പിന്നെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അമ്മ ഒന്ന് മയങ്ങും. ഞാനും മയങ്ങും. നിങ്ങൾ മയങ്ങിക്കോ, പക്ഷെ അമ്മ ഉണരുന്നതിന്റെ മുമ്പേ നിങ്ങൾ ഉണരണം. ഞാൻ എങ്ങനെ അറിയും ഉറങ്ങാതിരിക്കണം? അപ്പൊ ഞാൻ ഉറങ്ങാതിരിക്കണം. ജോലി കുറച്ച് കൂടുതലാണ്. ഈ 300-400 ആക്കേണ്ടി വരും. ചെറിയ ശമ്പളാണ്. അത് പറഞ്ഞ പൈസയെ തരുള്ളൂ. പറഞ്ഞാൽ കൂടുതൽ പൈസ ഇതിന്റെ അടുത്ത് തരാണ്ടാവില്ല. അത് നോക്കി ചെയ്താൽ മതി. നമ്മളെ ഡീലിംഗ് അങ്ങനെയാണ്. അത്ര കറക്റ്റ് ആയിട്ട് ചെയ്യുന്ന വർക്ക് കറക്റ്റ് ആയിരിക്കും. എന്റെ പ്രൊഫഷണൽ അല്ലേ. അപ്പോ അമ്മ ഉണരുന്നതിന്റെ മുമ്പ് ഉണരണം. ഉണർന്നു കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് കൃത്യസമയത്ത് ചായ കൊടുക്കണം. അപ്പൊ ഒരു ഗുളികയുണ്ട്, അത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ ഗുളിക ഒന്നിച്ച് കഴിച്ചോ കൊടുത്താ പോരെ? ഒന്നിച്ചെങ്ങനെ കൊടുക്കുക? അത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കൊടുക്കാൻ പറ്റൂല. പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യോ? അങ്ങനെയൊക്കെ നിന്നാ മതി. ഒക്കെ ചെയ്യും, വളരെ കൃത്യമായി ചെയ്യും. നാളെ അമ്മ അത് നിങ്ങളോട് പറയും. അങ്ങനെ പറഞ്ഞാ മതി. മകനെ പോലെ നോക്കൂ എന്നെ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തുണ്ട് പറയണം? പറഞ്ഞോ. അമ്മ പുറത്തേക്ക് ഇറങ്ങുമ്പോ വളരെ സൂക്ഷിക്കണം. അവിടെ പാമ്പുണ്ടോ? പാമ്പല്ല, പിന്നെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ്. അതൊക്കെ അറിഞ്ഞ കുഴപ്പാ. അപ്പുറപ്പുറത്തല്ലേ ഒരു പ്രശ്നമുണ്ടോ? ഇവിടെ വരൂല അവര്. വരരുത്, അമ്മ പുറത്തേക്ക് ഇറങ്ങരുത്. വരകണ്ടോ? വരെ വര. ഇതിനപ്പുറം ഇറങ്ങണെങ്കിൽ ഇതാ ഉണ്ണിയോട് ചോദിക്കണം. ചോദിക്കാം. ആയിക്കോട്ടെ, അത് മതി. അപ്പൊ അങ്ങനെ നോക്കണം കേട്ടാ. ഞാൻ നോക്കിക്കോളൂ. വേറെ ഒരു ശല്യം ഉണ്ടാക്കരുത്. ഒരു ശല്യം ഞാൻ ഉണ്ടാവില്ല. ഞാൻ എന്റെ അമ്മയെ പോലെ നോക്കും. അത് മതി. അതെ, ചോദിക്കുന്നുണ്ടോന്നും തോന്നരുത്. നിങ്ങൾക്കും അമ്മയാണ്, എനക്കും അമ്മയാണ്. അതെ. ഉപദ്രവിക്കോ? ഉപദ്രവിക്കൊന്നുമില്ല. പാവം, ശുദ്ധ. ഞാനൊക്കെ കാണാൻ ധൃതിയായി. ഒരു മിനിറ്റ്. മാതൃത്വം. രമേശാ, ഞാനേ സാമൂഹ്യനീതി വകുപ്പുണ്ടല്ലോ, അവിടെ ഒന്ന് പോകണം. വയ്യാത്ത രോഗികൾക്ക് സർക്കാരിൽ നിന്ന് 600 റുപ്യ കൊടുക്കുന്നുണ്ട് അത്രേ. ആശ്വാസകിരൺ എന്ന് പറഞ്ഞൊരു പദ്ധതി. ഇല്ലില്ല, പൈസ കിട്ടിയിട്ടില്ല, അപേക്ഷ കൊടുത്തിട്ടേ ഉള്ളൂ. നിനക്ക് കിട്ടുമെന്ന് അറിയില്ലടോ. ഇത് BPL കാർഡിനേ ഉള്ളൂ. അതെ, BPL ആവണം കാർഡ്. അങ്ങനെയുള്ള ആൾക്കാർക്കേ ഉള്ളൂ. ശരി. ഓക്കെ. എന്റെ ഒരു കൂട്ടുകാരനാണ് രമേശൻ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ രമേശന്റെ അച്ഛൻ ഇതേപോലെ കിടപ്പിലാണ്. അപ്പൊ അവരെ നോക്കാൻ ഒരാളെ നിർത്തിയിട്ടുണ്ട്. അപ്പൊ ആ ആൾക്ക് ഈ 600 റുപ്യ കിട്ടുമെന്നാ മൂപ്പര് ചോദിക്കണം. അവർക്ക് കിട്ടില്ല. എന്താ? അവര് വലിയ പൈസക്കാരാണ്. അപ്പൊ ആ പൈസ വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് കിട്ടില്ല. പിന്നെ BPL കാർഡ് ആവണം. അത് ശരി. BPL കാർഡിനെ കിട്ടുള്ളൂ. അതെ, ഞാൻ BPL ആണ്, പക്ഷെ എനക്ക് കിട്ടൂല. അച്ഛനും അമ്മയും മരിച്ചുവല്ലോ. അപ്പൊ കിട്ടില്ല. അത് ശരിക്കും സർക്കാരിന്റെ പൈസയാണിത്. സർക്കാർ തരുന്നതല്ലേ. അപ്പൊ സർക്കാരിന്റെ പൈസയാണ് എനക്ക് തരുന്നത്. നിലവിൽ ഞാൻ സർക്കാർ ഉദ്യോഗസ്ഥൻ. സർക്കാർ ഉദ്യോഗസ്ഥൻ. അതെ, 400 ഇപ്പൊ പറഞ്ഞു വെച്ചത്. അത് 100 കൂട്ടണം. 500 ആക്കി തരണം എനക്ക്. 500 അല്ല, 600 തരും. സർക്കാരിന്റെ മൊത്തം പൈസ 600 റുപ്യ ചെയ്തു ശമ്പളമായിട്ട്. അമ്മയെ ഞാൻ നോക്കട്ടെ. നേരെ നോക്കണം കേട്ടോ. എന്റെ അമ്മയെ പോലല്ലേ നിങ്ങൾ എന്റെ അച്ഛനുമായി. അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛനും അമ്മയും എനക്ക് വീണ്ടും വന്നു. വിളിക്ക് മോനെ.
ആ എന്താമ്മേ? ആഹാ മോഡേൺ ആണല്ല. ആ ഓടണല്ല, നമ്മുടെ തലയിൽ പേന് കുറച്ച് കൂടുതൽ വന്നു പേനേ. ഓ അപ്പൊ ഞാൻ മുടി മുറിച്ചു കളഞ്ഞാണ്. എന്തിനാ മുടി കുറിക്കാൻ പോയത്? പുകയിട്ട് കൊടുത്താ പോരെ തലക്ക്? പുകയിട്ട് കൊടുക്കാനോ? ആ മനുഷ്യനല്ലേ? മൊത്തം പോയി കിടക്കല്ലേന്ന്. പുക ഇട്ടാലെന്താ ഇട്ടെങ്കിലെന്താ? എന്താമ്മേ? ആ അമ്മേ ഒന്നും ചെയ്യില്ല. ഒരു കുഴപ്പമില്ല, അത് സന്തോഷം കൊണ്ട് പിടിക്കണ, സ്നേഹം കൊണ്ട് പിടിക്കണ. ഉണ്ണി നോക്കാൻ വന്നതാ. അമ്മയെ നോക്കാൻ വേണ്ടി വന്നതാണേ. ഉണ്ടല്ലോ വലുതാണോ? സാരില്ല, അത് ഇഷ്ടം കൊണ്ടാണ്. തുറക്ക്. എന്താമ്മേ? എന്തിനാ എന്നെ പൂട്ടിയത്? എവിടെ പൂട്ടി? പൂട്ടിയിട്ടില്ല. പൂട്ടിയതാ. ഇത് ജനലല്ലേ? അതുണ്ട്, അത് പൂട്ടി. ഇല്ല, ഇത് ജനലല്ലേ? ജനല് ആ അവിടെ തുറന്നിട്ടുണ്ട്. അത് വാതിൽ തുറന്നിട്ട് അങ്ങനെ കൊണ്ടിട്ട് പുറത്തേക്ക് വരും. പറ്റില്ല. ഇത് അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണത് ദൈവമേ? ഇത് പാവാണ്. ആ കൈ അതിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് തിരിയേ. അങ്ങനെ പുറത്ത് കൂടെ അതിൽ തുറന്നിട്ടുണ്ട്. അത് ഞാൻ ഇങ്ങോട്ട് പുറത്തേക്ക് വരൂ. അങ്ങനെ തന്നെ. അതന്നെ. ആരപ്പ പൂട്ടിയത്? പൂട്ടിയതാരാ? ഊട്ടിയിട്ടൊന്നുമില്ല, അത് തുറന്നു കിടക്കുന്നതാണ്. ജനലല്ലേ ഇത്. പിന്നെ അമ്മയെ നോക്കാൻ വേണ്ടി വന്ന ആളാണ്. ആരാ? ഉണ്ണി. വലുത് ഉണ്ണി. കുറച്ച് വലുതായിട്ടുണ്ട്. ഉണ്ണി കുറച്ച് വലുതായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി പുറത്തേക്കൊന്നും പോവാതെ ഇവിടെ ഒതുങ്ങിയിരിക്കണം കേട്ടാ. അമ്മയെ നോക്കാൻ വേണ്ടി വന്ന ആളാണ്. അപ്പൊ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കും. മരുന്ന് എടുത്തു തരും, ഭക്ഷണമൊക്കെ എടുത്തു തരും. ഞാൻ തരുന്നത് പോലെ അതൊക്കെ വാങ്ങിയിട്ട് കഴിക്കണം കേട്ടോ. കഴിക്കോ? കഴിക്കണം കേട്ടാ. പിന്നെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിട്ടൊക്കെ എപ്പോഴും കൂടെ ഇരുന്നോളും. നോക്കാൻ വേണ്ടിട്ട് വിളിച്ചതാണ് കേട്ടാ. എനിക്കേ ആ സാമൂഹ്യ നീതി വകുപ്പിലൊന്ന് പോയിട്ട് വരണം. 600 റുപ്യ കിട്ടുവിടുന്നേ. അല്ല അമ്മ വേണ്ട, അമ്മ പോണ്ട. അമ്മ വരാൻ പാടില്ല. ഏയ് അമ്മ കൂടാണ് പുറത്തേക്ക് വന്ന അവിടെ ഇങ്ങനെ ബസ്സും കാറും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് ബുദ്ധിമുട്ടാണ്. അതാണ് നീ ചെറുതാണ്. ആരെങ്കിലും പിടിച്ചോണ്ട് പോകും. അമ്മല്ലാതെ പോണ്ട. വേറെ ആളുണ്ട്. വേറെ ആളുണ്ട്. വിശ്വാസമുള്ള ആള് വേണം. വേറെ ആളുണ്ട്. അപ്പൊ ഞാനും വരാം. ഇല്ല അമ്മ വരണ്ട. അമ്മ വന്ന ബുദ്ധിമുട്ടാണ്. അതിനിപ്പോ ഞാൻ ആളെ വിളിച്ചത്. ഒരു സ്നേഹം കൊണ്ട് പറയുന്നു. അതെ പിന്നെ വേറൊരു സമയത്ത് ഇപ്പൊ സമയമില്ലേ, എന്നിട്ട് ഞാൻ അത് കൂടെ ഒക്കെ പോയിട്ടൊക്കെ കാണിക്കാം. എന്തിനാ കരയാൻ പാടില്ലേ? കരയാൻ പാടില്ല. കരയാൻ പാടില്ല. വേഗം പോയിട്ട് വരാം. അമ്മ വന്നൂടാ. അതല്ലേ അമ്മ വന്നൂടെ. കരയരുത്. വേഗം പോയിട്ട് വരാം. സ്നേഹത്തോടെ വാത്സല്യത്തോടും പറഞ്ഞതല്ലേ. അമ്മേനെ കൂട്ടിക്കോ. അസുഖം അമ്മക്കാണ്, അത് നിങ്ങൾക്കാണ്. അമ്മയെ നോക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളോട് വരാൻ പറഞ്ഞത്? അതെ. പിന്നെന്താണ്? എന്നാ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താണ്? നമുക്ക് 3 പോവാം. എവിടേക്ക്? കല്യാണത്തിനാ? അമ്മ അത് മാറ്റിയല്ല. അത് മാറ്റി. അപ്പൊ എന്നാലേ ഞാൻ വേഗം പോയിട്ട് വരാം കേട്ടോ. ഇവിടെ ആളുണ്ട്. നോക്കണട്ടാ. ഞാൻ നോക്കിക്കോളൂ. ശരി കേട്ടാ. പോയി വാ. നോക്കണട്ടാ. ഓ ശരി. ഞാൻ അമ്മക്കുണ്ട്. ഇതെല്ലാം ഒറിജിനലാണ്. കിട്ടിയില്ല. എന്റെ അമ്മേനെ മൊത്തം ഞാനൊന്ന് മാറ്റിയെടുക്കും. ഈ ചളിഞ്ഞു പൊളിഞ്ഞ ഒരു മാക്സി ഇത് മാറ്റിയതാ. ഒരു ജീൻസ് പാന്റ്, ഒരു ടീഷർട്ട്, ഒരു കൂളിംഗ് ഗ്ലാസ്, 2 വാച്ച്, മൊത്തം കൂട്ടക്സ്. ചോന്നത്, കറുപ്പ്, മഞ്ഞ എല്ലാം മാറിയ സ്റ്റൈല്. പിന്നെ വല്ല പൗഡറിലിട്ട് ലിപ്റ്റിക്കലിലിട്ട് ഭയങ്കര സുന്ദരിയാ എന്റെ അമ്മേനാ. ഇതില് നമ്മ ടൗണിൽ ഇങ്ങനെ നടത്താം കേട്ടാ. കഴിച്ചോ? ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഇപ്പം കഴിച്ചോ? ഭക്ഷണം കഴിക്കണം. കല്യാണം കഴിച്ചോ? കല്യാണോ? ഞാൻ ശ്രീവിരുദ്ധനാണ്. അത് പറഞ്ഞാൽ മനസ്സിലാവൂല അല്ലേ? ഒരൊറ്റ പെണ്ണുങ്ങളെ എനിക്ക് കണ്ടുകൂടാ. എല്ലാ പെണ്ണുങ്ങളും കള്ളിയാ. കള്ളികള് വെറും കള്ളികളാ. എന്റെ അമ്മ ഒഴികെ
എല്ലാരും പോട്ടെ. ഒന്നിനെ എനക്ക് കൊണ്ടെടുത്ത കൊണ്ടുവിടാം. ഞാനോ എന്റെ അമ്മ ഒഴികെ എല്ലാ കാളക്കനെ ഒരൊറ്റ പെണ്ണിനൊക്കെ കൊണ്ടെടുത്ത കള്ളി നിന്റെ വീട്ടിൽ നിക്കണ്ട. എനിക്ക് നിന്റെ വീട്ടിൽ നിക്കണ്ട. എന്റെ വീടുണ്ട്, എന്റെ തറവാടുണ്ട്. ഞാൻ അവിടെ പോവും. ആര് പറയണല്ല എന്തേ ഉള്ളിക്കേറ് പോ, ഉള്ളിലേക്ക് പോ. എന്റെ ഡ്യൂട്ടിയല്ലേ, ഡ്യൂട്ടിക്ക് തടസ്സം നിക്കല്ലേ. ഞാൻ അങ്ങോട്ടാ പോണ്. മാറ് പറഞ്ഞേക്ക് മര്യാദക്ക് ഉള്ളിലേക്ക് പോ. എനിക്ക് അങ്ങടാ പോവേണ്ടത്. ആണെങ്കിൽ കൂടാ പോന്നേ ഇങ്ങോട്ടി. നീ എന്താ ഇവിടെ? ഞാനെന്ത് ഇവിടെ അമ്മേനെ നോക്കാൻ വേണ്ടി അലക്കി തന്നെ. സത്യനാ? സത്യൻ നിന്നെ ഏൽപ്പിച്ചിട്ട് പോയാ? എന്നെ ഏൽപ്പിച്ചത് അച്ഛന്റെ നോക്കണ്ട ഉത്തരവാദിത്തം. സത്യന്റെ എന്തിനാ റോഡിലിറങ്ങിയായിരുന്നേ? എന്തേ റോഡിൽ ഞാൻ ഇറങ്ങിക്കൂടെ? ഇത് സർക്കാരിന്റെ റോഡാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളടത്ത് ഇറങ്ങാം. അമ്മേ അതെ, ഈ റോഡിലെ നിറയെ കുണ്ടും കുഴിയാണ്. അവിടെ റോഡ് പണി നടക്കുകയാണേ. നാളെ റോഡ് പണി തീരും. അപ്പൊ ഞാൻ വന്നിട്ട് അമ്മേനെ കൂട്ടിയിട്ട് ഇതേ പോവാ. അപ്പോഴല്ല, റോഡ് പണി കഴിഞ്ഞിട്ട് നാളെ നാളെ ഇപ്പൊ നമുക്ക് വീട്ടിൽ പോയിരിക്കാം. റോഡ് പണി കഴിഞ്ഞിട്ട് പോവാട്ടാ. ഇതാണ് ഞാനും പറഞ്ഞത്. ഒന്നാമത് പരിചയമില്ലാത്തവരെ കണ്ടു കഴിഞ്ഞാൽ അമ്മ വയലന്റ് ആവും. നീ അങ്ങോട്ട് മാറിക്ക്. ഞാനിവിടെ ജോലിക്കാരാണ്. തമാശയും കൂടെയല്ല. ജോലിക്കാരനാണെന്ന് ഞാൻ തീരുമാനിക്കാം. പിരിച്ചുവിടാൻ പറ്റില്ല. സാമരഞ്ഞിയും ഗവൺമെന്റിനോട് കളിക്കും. അമ്മയുടെ വീട്ടിലേക്ക് വീട്ടിലേക്ക് നടക്കും. ശമ്പളം കൂട്ടാൻ സാമരഞ്ഞി. സത്യ, നീ ഒന്നും വേഗം വന്നേ. നിന്റെ അമ്മ അവിടെ റോട്ടിൽ ഇറങ്ങി നടക്കണം. നീ ഇതെന്താ ഇവിടെ ആക്കിട്ട് പോയി? നീ ആക്കിയവനും കണക്കാ. നീ ഇങ്ങോട്ട് വാ, വേഗം വാ. ഇങ്ങോട്ട് വാ. ഞാൻ വരും. സത്യം വരട്ടെ. ഇങ്ങോട്ട് വാ. ഡ്യൂട്ടിയാണ്. സാറേ ഫോൺ അടിക്കുന്നു. ഈ ഫോണല്ലല്ലോ അടിക്കുന്നത്, അതല്ല, അപ്പുറത്ത് എഞ്ചിനീയർ ഫോണല്ലേ അടിക്കുന്നത്. അപ്പോൾ എഞ്ചിനീയർ വന്നിട്ട് ഫോൺ എടുത്തോളൂ. ഇവിടെ പെൻഷനായി പുതിയ ആൾ വന്നില്ല എന്ന് പ്രസാദിനും അറിയാമല്ലോ. എനിക്കറിയാം. ആൾ വരട്ടെ, ആൾ വരുമ്പോൾ എടുക്കും. ഇപ്പം തന്നെ ആവശ്യത്തിലധികം ജോലി ഇവിടെ ഉണ്ട്. കിട്ടുന്ന ശമ്പളത്തിനേക്കാളും കൂടുതൽ ജോലി ഇപ്പം ചെയ്യുന്നുണ്ട്. ഇനി ആ ഫോണിലൂടെ എടുത്തിട്ട് ആ കാര്യം പറ, അത് വെറുതെ തലവേദനയാക്കണ്ട. എന്നെ പ്രസാദിന് അത്ര തവണ പോയി എടുത്തോ. ഞാൻ എന്തിനാ എടുക്കുന്നത്? സാറേ സാറേ ഞങ്ങള് തമിഴ്നാട്ടിലായിരുന്നേ. വണക്കം, சொல்லுங்க என்ன சமாச்சாரம்? അല്ല മലയാളികളാണ്. അല്ല, തമിഴ്നാട്ടില് ജോലിക്ക് വേണ്ടി പോയതാണ്, കോയമ്പത്തൂര് ഗാന്ധിനഗറില്. ശരി, ഇവിടെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് പോയി. ഇല്ല, ഞാനവിടെ ഇലക്ട്രീഷ്യൻ ആയിരുന്നു. അവിടെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിലൊക്കെ മെയിൻ്റെനൻസ് ആയിട്ടേ. ഇപ്പൊ ഇവിടെ ഉണ്ടായ വീട് വാടക കൊടുത്തിരിക്കുകയായിരുന്നു. ഇപ്പൊ അവരെ മാറ്റിയിട്ട് ഞങ്ങള് താമസം തുടങ്ങി. അവിടെ ഒരു റൂമിൽ തന്നെ വർക്ക്ഷോപ്പ് പോലെ തുടങ്ങാന്ന് കരുതിയിട്ട് ഒരു ചെറിയ എക്സ്റ്റൻഷൻ എടുത്തിട്ടുണ്ടായി. അപ്പൊ അതിനൊരു നമ്പർ ഇടാൻ വേണ്ടി കൊടുത്തിട്ട് ഇതുവരെ ഒന്നും ആയില്ല. അവിടെ ആളുകൾ വന്ന് നോക്കിയത് ഇവളോട് മര്യാദയായിട്ട് പെരുമാറുകയും ചെയ്തു. മോശമായിട്ട് പെരുമാറി സാറേ. ഇവിടുന്നാ? ആ, അവരെന്താ പറഞ്ഞ, അവരെന്ത് ചെയ്തു? അവരെന്തോ എന്നെ പേടിപ്പിക്കണ പോലെയൊക്കെ സംസാരിച്ചല്ലേ ഉള്ളൂ സാറേ. ഞാൻ പേടിപ്പിക്കണ പോലെയൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഒരാൾ സംസാരിച്ച ഉടനെ പേടിക്കാൻ? ഞാനുണ്ടായില്ല, അവൾ ഒറ്റയ്ക്ക് ഉണ്ടായുള്ളൂ. അപ്പൊ പെർമിറ്റ് ഇല്ലാതെ നിങ്ങളിത് ചെയ്തേക്കണം. ആണല്ലോ, നിങ്ങൾ പെർമിറ്റ് ഇല്ലാതല്ലേ ചെയ്തത്. അപ്പൊ അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ട്. എന്നിട്ട് ഒരാൾ വന്ന് സംസാരിക്കുമ്പോ പേടി. എവിടത്തെ ന്യായമാണ്? ഞങ്ങള് തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഒരു ബിൽഡിംഗ് റൂൾസ്. നിങ്ങളിപ്പോ കേരളത്തിലെ കാര്യം പറ. നിങ്ങൾ തമിഴ്നാട്ടിലായിരിക്കോ കർണാടകയിലായിരിക്കോ, ഇനിയിപ്പോ നിങ്ങൾ വല്ല മാർത്താണ്ടത് എവിടെ ആയിരിക്കോ, അതല്ല വിഷയം. നമ്പർ നിങ്ങൾ അനുവാദം മേടിക്കാതെ നിങ്ങൾ ബിൽഡിംഗ് പണിഞ്ഞൊക്കെയാണ്. സാറ് ഞങ്ങൾക്ക് അത് അറിഞ്ഞുകൂടായിരുന്നു. തെറ്റ് പറ്റിപ്പോയി. അപ്പൊ സാറ് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്തു തന്നാ മതി. എന്താന്ന് വെച്ചാൽ ചെയ്യാം നമുക്ക്. അതിപ്പോ നിങ്ങൾ പറഞ്ഞു ഉടനെ ഇവിടെ ചെയ്യാൻ ഇവിടെ ആളില്ല. ഇവിടെ ഇത് ചെയ്യണത് ഞാനല്ല ഇത് ചെയ്യണത്. അതിന്റെ ഒരു ഭാഗം മാത്രമേ എൻ്റെ കയ്യിൽ വരണുള്ളൂ. അത് പല കൈകളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരണം. എന്താണിപ്പം ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങൾ ചെയ്യേണ്ടതൊന്നുമല്ല. നിങ്ങളിത് ചെയ്യേണ്ടത്, നിങ്ങൾ ചെയ്തത് ഭയങ്കര അബദ്ധമാണ്. അല്ല, അറിയാതെ പറ്റിപ്പോ. അത് ഈ പറഞ്ഞ മാതിരി ഇപ്പൊ നിങ്ങൾ
ഇപ്പോൾ പഴയതിൽ നമ്മളൊന്ന് പുതുക്കി പണിയണമെങ്കിലോ ഇനിയിപ്പോൾ പുതിയതിൻ്റെ കൂടെ തന്നെ നമ്മൾ എക്സ്റ്റൻഷനായിട്ട് വേറെ എന്തെങ്കിലും പണിയണമെങ്കിലോ ഈ ഓഫീസ് വെച്ചേക്കണം അതിനൊക്കെയാണ്. ഇവിടെ വന്ന് അതിൻ്റെ പ്ലാനും പദ്ധതികളൊക്കെ ഇവിടെ സമർപ്പിച്ച് അപേക്ഷ കൊടുത്ത് ഫീസ് അടച്ച് അനുമതി മേടിക്കണം. മേടിച്ചിട്ട് ഇത് പണിയാവും. അല്ല, എല്ലാ പേപ്പറും ചോദിച്ച പേപ്പറൊക്കെ ഫ്രണ്ട് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്. അതെപ്പോൾ കൊടുത്ത്? അതിപ്പോൾ അല്ലേ കൊടുത്തേ. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിന് കെട്ടിടം പണിഞ്ഞിട്ട് അല്ലെങ്കിൽ നല്ലൊരു തുക ഫൈൻ